സങ്കീർത്തനം 22:9 വാക്യം. നീയല്ലോ എന്നെ ഉദരത്തിൽ നിന്നും പുറപ്പെടുവിച്ചവൻ, എന്റെ അമ്മയുടെ മുല കുടിക്കുമ്പോ നീ എന്നെ നിർഭയം വസിക്കുമാറാക്കി. സങ്കീർത്തനം 22:9 വാക്യത്തിൽ നീ അല്ലയോ എന്നെ ഉദരത്തിൽ നിന്നും പുറപ്പെടുവിച്ചവൻ. നമ്മൾ മനസ്സിലാക്കണം, അപ്പനാണ്, സ്വർഗത്തിലെ ദൈവമാണ് അമ്മയുടെ ഉദരത്തിലേക്ക് എന്നെ ഉരുവാക്കിയത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പന്റെ കൃപയാൽ, അപ്പന്റെ സ്വർഗത്തിൽ അപ്പന്റെ കൃപയാലാണ് ഞാൻ അമ്മയുടെ ഉദരത്തിനകത്ത് ഉരുവായത്. വചനം പറയുന്നു, നീ അമ്മയുടെ പിണ്ടാരത്തിന്റെ സമയത്ത് ഞാൻ നിന്നെ കണ്ടിരിക്കുന്നു. നീ ഉരുവാകും മുമ്പേ ആര് കണ്ടു? ദൈവം കണ്ടു. നിങ്ങൾ പറയും എന്റെ അപ്പ ഇന്നയാളാണ്. ശരിയാണ്, അതൊക്കെ ഒരു പേരിനൊക്കെ ഉണ്ട്. പക്ഷേ പ്രവർത്തിക്കുന്നത് ആരാണെന്ന് മനസ്സിലാക്കണം. നമ്മളൊരു കാര്യം പറയുമ്പോൾ അതിനകത്ത്, ഞാൻ പറയട്ടെ, നമ്മളൊരു ലൈറ്റ് ഇട്ടാൽ ഇത് കത്തും. ഇത് സ്വിച്ച് ഞാനിട്ടു, കത്തുന്നത് ആരാ? പല അറിവ് മനസ്സിലാക്കണം. ഞാൻ സ്വിച്ച് ഇട്ടു, ഞാൻ കത്തിച്ചതാണോ? അയ്യോ, ഇത് ഞാൻ കൊടുത്ത ഊർജത്തിലാണ് കത്തണമെന്ന് പറയും. ഞാനൊരു സ്വിച്ച് ഇട്ടപ്പോ, ചെറിയൊരു അറിവ് ഞാൻ പറഞ്ഞുതരാം. ഞാൻ സ്വിച്ച് ഇട്ടപ്പോ ലൈറ്റ് കത്തി. ലൈറ്റ് കത്താൻ പറയാണ്, ഞാൻ സ്വിച്ച് ഇട്ടത് കൊണ്ടാണ് കത്തിയത്. നീ സ്വിച്ച് ഇട്ടില്ലെങ്കിലും കത്തും, ഇല്ലെങ്കിലും വേറെ ആൾ സ്വിച്ച് കത്തും. പക്ഷെ കത്തുന്നൊരു പവർ അതിനകത്തുണ്ട്. ഇതിനകത്ത് വ്യാപരിക്കുന്ന ഈ ഒരു അറിവ് നിന്റെ തലയിലോട്ടത് കേറ്. നീ കൈവച്ചവ സ്വിച്ച് ഇട്ടു, സ്വിച്ച് ഇട്ടതിന് പേരേ ഉള്ളൂ, അല്ലേ? ഇന്ന് പലരും അപ്പനെന്ന് പറഞ്ഞു നടക്കുമ്പോ സ്വിച്ച് ഇട്ടതിന് പേരേ ഉള്ളൂ. ഇതിന്റെ പൂർണ്ണമായ ഉത്തരത്ത് ആർക്കാ? ദൈവത്തിനാണ്. അതാ സംഗതി. നീ എന്നെ ഉദരത്തിൽ പുറപ്പെടുവിച്ചപ്പോൾ, എന്റെ അമ്മയുടെ മുല കുടിക്കുമ്പോ നീ എന്നെ നിർഭയം നിർഭയ അമ്മയുടെ കയ്യിലുള്ള സമയത്ത് എന്നെ നിർഭയമായി വസിപ്പി മാറി. ഇതുവരെ നടത്തിയ ദൈവത്തിന്റെ സന്നിധിയിൽ നിർഭയം വസിക്കുമാറാക്കിയ ദൈവം, ദൈവത്തിന്റെ കരങ്ങളിൽ ദൈവം സൂക്ഷിച്ചു. ഞാൻ പറയട്ടെ, ഇതുവരെയും ദൈവം സൂക്ഷിച്ചത് കൊണ്ടാ നമുക്ക് ഇതുവരെ നടക്കാൻ പറ്റിയത്. ദൈവത്തിന്റെ കയ്യിൽ നിന്നും വീണു പോകാതെ. ഇന്ന് എത്രയോ വ്യക്തികള് അപ്പനെ അറിഞ്ഞിട്ട് വീണുകൊണ്ടിരിക്കുമ്പോ ഈ ലോകത്തിന്റെ ഭൗതികത്തിലേക്കും, ഈ ലോകത്തിന്റെ പാപത്തിലേക്കും, ഈ ലോകത്തിന്റെ പാപപ്രവൃത്തിയിലൂടെയും ഈ കാണപ്രകാരം പലരും വീണുകൊണ്ടിരിക്കുമ്പോ ഇന്ന് പറഞ്ഞ ഒരു ദൈവ പൈതലെ, ഞാൻ വീഴാതെ നിൽക്കുന്നത് എന്റെ അപ്പന്റെ കൃപയാണ്, എന്റെ യേശുവിന്റെ കൃപയാണ്, ദൈവത്തിന്റെ കൃപയാണ്. ഞാൻ എന്നെ നിർത്തിയത് ദൈവമാണ്. നമ്മൾ പറയണം, എന്നെ ദൈവം സൂക്ഷിച്ചു, എന്റെ കുടുംബത്തെ സൂക്ഷിച്ചു, എന്റെ തലമുറകളെ സൂക്ഷിച്ചു. നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ മഹത്വം കൊടുത്ത് നടത്തിയ ദൈവം, ആ നടത്തുന്ന ദൈവത്തിന്റെ കണക്ട് നമ്മളുമായതുകൊണ്ട്, ആമേൻ, ഹല്ലേലൂയ, നമ്മുടെ കണക്ഷൻ എവിടെയായിട്ടാണ്? ദൈവമായതുകൊണ്ടും. ദൈവമായൊരു കണക്ഷൻ ഉണ്ടെങ്കിൽ മറ്റുള്ളവർ പറയും പോലെ പറയത്തില്ല. നിന്റെ മുഖത്ത് നോക്കി അനാവശ്യം പറഞ്ഞാലും നീ തിരിച്ചു പറയൂല. കാര്യം എന്താണെന്നോ? ഒരു ദൈവഭയമുണ്ട്. ഹല്ലേലൂയ. അനാവശ്യങ്ങൾ പറഞ്ഞാലും പറയത്തില്ല. നിന്നെ മറ്റുള്ളവർ ദ്രോഹിച്ചാലും, നിന്നെ മറ്റുള്ളവർ ദ്രോഹിച്ചു, പക്ഷെ നീ ദ്രോഹിക്കണ്ട. നിന്നെ മറ്റുള്ളവർ പറ്റിച്ചു, നീ പറ്റിക്കണ്ട. നിന്നെ മറ്റുള്ളവർ കരയിച്ചു, നീ കരയിക്കണ്ട. മറ്റുള്ള നിന്നെ ഓട്ടിച്ചു, നീ ഓട്ടിക്കണ്ട. നിന്നെ യാതെല്ലാ രീതിയിൽ ഉപദ്രവിച്ചാലും ദൈവ പൈതലെ, നീ പ്രതികരിക്കണ്ട, നീ പ്രതികരിക്കണ്ട. നീ ക്രിസ്തുവിലായിരിക്കുന്നത്. ആ ജ്ഞാനം നമുക്ക് വേണം. നിങ്ങളടുത്ത്, വീട്ടിനടുത്ത് അയൽവക്കക്കാരെ കടിയുണ്ടാക്കുമ്പോ ചിലപ്പോൾ അതിര് തോണ്ടുകയും, നിസ്സാര ഒരു കോഴി വന്ന് അടുത്ത് കയറി എന്ന് പറഞ്ഞുകൊണ്ട് ചിലർ നോക്കിയാൽ മതി, ചില കാറി തുപ്പുന്നുണ്ട്. ഞാൻ ഇപ്പോ കേൾക്കുന്നൊരു വർത്തമാനമാണ്. ഒരു ദൈവ പൈതൽ നടന്നു പോകുമ്പോ കാറി വലിച്ചൊരു തുപ്പക്ക. നിന്നെ അല്ല തുപ്പുന്നത്,
നിന്റെ അകത്തിരിക്കുന്ന യേശുവിനെയാണ്. ഹല്ലേലൂയ. നിന്നിലിരിക്കുന്ന നിന്നെ അല്ല തുപ്പുന്നത്. ഈ അറിവ് നമുക്ക് വേണം. നീ നടന്നു പോകുമ്പോ നിന്നെ ഒരു തെറി വിളിച്ചാൽ നിന്നെ അല്ല വിളിച്ചത്, നിന്റെ അകത്തിരിക്കുന്ന യേശുവിനെയാണ്. നീ നടന്നു പോകുമ്പോ ഒരു അപരാധം പറയുകയാണ്, ഇവള് ജോലിക്കൊന്നുമല്ല പോകുന്നത്, ഇന്നടുത്താണ് പോണത് എന്ന് പറയുമ്പോ നെഞ്ചിലും ഇടിച്ച് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കേസും കൊടുത്ത് അല്ല ബന്ധുക്കളെ നാട്ടുകാരെ വിളിച്ചു കൂട്ടി പ്രശ്നം ഉണ്ടാക്കല്ല, നിന്നെ അല്ല പറയുന്നത്, യേശുവിനെയാണ് പറയുന്നത്. ഹല്ലേലൂയ. ഈ അറിവ് നീ പ്രതികരിക്കണ്ട. ദൈവത്തെ അറിഞ്ഞൊരു ദൈവ പൈതൽ ഒരിക്കലും വഴക്കിന് പോകത്തില്ല, വഴക്കുണ്ടാക്കാൻ പോകത്തില്ല, അടിയുണ്ടാക്കാൻ പോകത്തില്ല, ആരും ഗുണ്ടപ്പണി ചെയ്യത്തില്ല. യേശുവിനെ അറിഞ്ഞ പൈതൽ ഒരിക്കലും ഗുണ്ടാപ്പണി ചെയ്യത്തില്ല. കാരണം എന്ത്? ഞാൻ താഴ്ന്നിരുന്നാൽ എന്നിൽ പ്രവർത്തിക്കുന്ന ഒരു യേശുവുണ്ട്. പലപ്പോഴും ഞാൻ പറയാം, നമ്മൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അല്പമായിരിക്കും, ചിലപ്പോൾ ആ സമയത്തൊക്കെ ഒരു സന്തോഷം കിട്ടും അല്ലേ. അവരെ വിളിച്ചുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് 2 അടിയും കൊടുക്കാം, അവരെ പിടിച്ച് വരച്ച് ഒന്നും പറയുന്നത് പറയാം. പക്ഷെ യേശുപ്പൻ കൈകാര്യം ചെയ്താൽ അവന്റെ അഡ്രസ് വരെ ഇല്ലാതാക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവിടെ നിന്ന് ദൈവം പൂർണ്ണമായി പറിച്ചു മാറ്റും. അതുകൊണ്ട് ആരുടെ ശണ്ട ഉണ്ടാക്കാൻ പോണ്ട. ശണ്ട ഉണ്ടാക്കുന്നവൻ, കലഹമുണ്ടാക്കുന്നവൻ ദൈവരാജ്യത്തിൽ കൊള്ളാത്തവനായി അവൻ പുറത്തു പോകും. ചിലർ എന്തെന്ന് പറയുമ്പോ കുന്തെന്ന് പറയുന്നവരുണ്ട്. ഈ ബന്ധിക്കോസുകാർക്കാണ് അങ്ങനെ കൂടുതലുള്ളത്. എന്റെ അടുത്ത് കളിക്കാൻ വന്നാൽ നിന്നെ വലിച്ചു കീറും. പറയരുത്, തിരിച്ചു പറയരുത്. നീ സിംഹമാണ്, പുലിയാണ്, കരടിയാണ്, എല്ലാമാണ്. പക്ഷെ ദൈവത്തെ അറിയുമ്പോ എല്ലാം കുഴിച്ചു മൂടണം. ഈ ജ്ഞാനത്തിന്റെ അറിവ് നീ മൂർഖം പാമ്പായാലും നീർക്കോലിയായി മാറണം. നിന്റെ ദേഷ്യം എല്ലാം നീ അടക്കണം. ദേഷ്യം അടങ്ങിയില്ലെങ്കിലേ ഏതെങ്കിലും ചട്ടിക്കകത്തായി പോവും. എടുത്ത് ചാടിയാൽ കുടിച്ചു മരിക്കും. നിനക്കെതിരായിട്ട് ഇന്നല്ലെങ്കിൽ നാളെ ഒരു പ്രശ്നമായിട്ട് വരുമ്പോ ചിലപ്പോൾ നിന്റെ ഭർത്താവായിരിക്കാം, സഹോദരനായിരിക്കാം, നാട്ടുകാരായിരിക്കാം, നിനക്കെതിരായിട്ട് കൈ ഉയർത്തുമ്പോ നീ അവിടെ നിന്ന് അട്ടഹസിക്കരുത്. അവിടെ നിന്ന് മാറിപ്പോകുക. മാക്സിമം അവിടെ നിന്ന് മാറിപ്പോയി നിനക്ക് പ്രാർത്ഥിക്കാൻ ഒരു സ്ഥലം തന്നിട്ടുണ്ട്, നീ പ്രാർത്ഥിക്ക്. ദൈവപ്രവൃത്തി അറിവ് വേണം. ഞാൻ പ്രവർത്തിക്കത്തില്ല, എന്നിൽ ബലമുള്ള വലിയവൻ പ്രവർത്തിക്കും. നമുക്ക് ആരും കാണത്തില്ല ചോദിക്കാനും പറയാനും അല്ലേ. നമ്മളെ വീട്ടിൽ മന്ത്രിയില്ല, MLA ഇല്ല, പോലീസ് ഇല്ല, കൗൺസിലർ ഇല്ല, ഒരു മെമ്പർ പോലും ഇല്ല. ആരും കാണത്തില്ല. നിനക്ക് അവിടെ ആരും ഇല്ലെങ്കിലും അതിനെക്കാട്ടി വലിയവനായ ഒരു യേശു നിന്റെ വീട്ടിൽ ഉണ്ട്. നിന്റെ കുടുംബ തറവാട്ടിനകത്തൊരു യേശു ഉണ്ട്. ചിലർ പറയും, മന്ത്രി MLA ഒക്കെ എന്നെ വിളിച്ചു. ചിലരെ പോക്ക് കണ്ടിട്ടുണ്ടോ? അത് കുടുംബത്തിനകത്തൊരു DG. ചിലർ വിളിക്കും, എന്റെ സഹോദരൻ DGP ആണ്, എന്നെ വിളിച്ച് പറയാറുണ്ട്. ഞാൻ പറയും, നിങ്ങളെക്കാട്ടി വലിയവൻ, അലിയെക്കാട്ടി DGP ആയ യേശു നമുക്കുണ്ട്. പലരും DGPയും പോലീസിനെ വെച്ച് ആളാവണ്ട. മന്ത്രിമാരെ MLA വെച്ച് കളിക്കണ്ട. നിനക്ക് അറിവ് വേണം, ജ്ഞാനം വേണം. നിന്നിൽ പകർന്ന ജ്ഞാനം എവിടെ നിന്ന് ഒഴിഞ്ഞു പോകുന്ന പാമ്പിനെ പോലെ ബുദ്ധിയും പ്രാവിനെ പോലെ നിഷ്കളങ്കമായി ഒഴിഞ്ഞു പോവേണ്ടടുത്ത് ഒഴിഞ്ഞു പോകണം. പതുങ്ങേണ്ടടുത്ത് പതുങ്ങണം. പ്രശ്നങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോയിട്ട് ഒഴിഞ്ഞു പോകണം. ചിലപ്പോൾ നമ്മളെ നാവക്കെടുത്ത് ആവശ്യമില്ലാതെ വിഴുന്നാൽ നമ്മുടെ അനുഗ്രഹം പോകുന്നത് മനസ്സിലാവും. നമ്മുടെ അനുഗ്രഹം നഷ്ടപ്പെടുന്നത് എവിടെയെങ്കിലും പിശാച് നമ്മളെ വായെടുത്ത് ഇങ്ങനെ പറയാൻ വേണ്ടി ഇങ്ങനെ ഇടും. പറയിക്കാൻ 10 പറഞ്ഞെന്ന് പറഞ്ഞ് മിടുക്കരൊന്നുമല്ല. ഹല്ലേലൂയ. ഒരാൾ വന്ന് 10 മുഖത്ത് നോക്കി പറയുകയാണ് എന്ന് പറയുമ്പോൾ നമ്മൾ മിണ്ടാതിരിക്കുകയാണ്. പൊട്ടനായതുകൊണ്ടൊന്നുമല്ല, പ്രവർത്തിക്കാൻ വ്യവസ്ഥയില്ല, വാതുറക്കാൻ വ്യവസ്ഥയില്ല.
ആമേ പ്രവർത്തിക്കാൻ വ്യവസ്ഥയില്ല. പൊട്ടനായത് കൊണ്ടല്ല, മന്ദബുദ്ധി ആയതുകൊണ്ടല്ല, പ്രവർത്തിക്കാൻ വ്യവസ്ഥയില്ല, പ്രവർത്തിക്കാൻ അനുവാദമില്ല. നിനക്കെതിരെ ശണ്ട ഉണ്ടാക്കുന്നോട് പറയാ, ആ ജ്ഞാനം വേണം. എടുത്തു ചാടി ഓടുന്ന അനുഭവങ്ങളും എവിടെയെങ്കിലും നമ്മൾ ദൈവഹിതമില്ലാതെ വീഴുന്ന വാക്കുകളും നമ്മുടെ അനുഗ്രഹങ്ങൾ നഷ്ടപ്പെട്ടു പോകേണ്ട വരും. അതുകൊണ്ട് ഉദരത്തിൽ നിന്നും പുറപ്പെടും എന്റെ അമ്മയുടെ മുല കുടിക്കുമ്പോൾ നീ എന്നെ നിർഭയം വസിക്കുമാറായി. നിർഭയം വസിക്കണോ? ഈ ഭൂമിയിൽ ജീവിക്കണമെങ്കിൽ ഞാൻ വചനം ഉണ്ടെങ്കിൽ ജീവിക്കാൻ പറ്റും. നിന്റെ മക്കൾ വഴിതെറ്റിയാലും, നിന്റെ ഭർത്താവ് വഴിതെറ്റിയാലും, ഭാര്യ വഴിതെറ്റിയാലും വചനം അകത്തുണ്ടെങ്കിൽ നീ ഒന്ന് മുറുകെ പിടിച്ചാൽ മതി. എവിടെയെങ്കിലുമൊക്കെ വീണുകൊണ്ടിരിക്കുമ്പോ, എവിടെയെങ്കിലും പരാജയം ഏൽക്കുമ്പോ നമുക്ക് തന്നിരിക്കുന്ന ജ്ഞാനമുണ്ടല്ലോ, ഈ ജ്ഞാനം നിങ്ങൾ ഒരിക്കലും വിട്ടുകളയരുത്. ജ്ഞാനത്തിനകത്ത് ജീവിക്കുമെങ്കിൽ ക്രിസ്തു നിന്റെ കൂടെ ഉണ്ടായിരിക്കും. ഇതാ പറയുന്നത്, നീ എന്നെ നിർഭയം വസിക്കുമാറാക്കി. ഒന്ന് യോഹന്നാൻ 1:14 പറയുന്നു, വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ അവന്റെ തേജസ്സും പിതാവിനും നിന്നും ഏകജാതനായി തേജസ്സായി കണ്ടു. നോക്കിക്കോളം, വചനം ജഡമായി തീർന്നു. വചനമാണ് ജഡമായി തീർന്നത് എന്ന് പറഞ്ഞാൽ ഒരു വാക്കിൽ മേൽ കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ പാർത്തു. കർത്താവായ യേശു ക്രിസ്തു, വചനം, പരിശുദ്ധാത്മാവിലാണ് യേശു ക്രിസ്തു ജനിച്ചത്. ഹല്ലേലൂയ. യോസഫിന്റെ മകനെന്ന് പറയാൻ പറ്റൂല. ഒരിക്കലും യേശു ക്രിസ്തുവിന് അപ്പനുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പനില്ല, പരിശുദ്ധാത്മാവിലാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അല്ല, യേശുവിന്റെ അപ്പൻ യോസഫ് എന്ന് പറയുവാൻ പറ്റത്തില്ല. അതാ പറയുന്നത്, വചനം പറഞ്ഞു മറിയോട് പറഞ്ഞു, പരിശുദ്ധാത്മാവിന് നിഴലിടും. നീ ഒരു മകന് ജന്മം കൊടുക്കും, ആ മകന്റെ പേര് ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും. വചനം ജഡമായി തീർന്നു. എന്തായിരുന്നു? കൃപയും സത്യവും നിറഞ്ഞവനായി. ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൃപയും സത്യവും നിറയണം. ചില കുഞ്ഞുങ്ങൾ വാ തുറന്ന കള്ളത്തരമേ പറയും. പഠിച്ചോ? ഓ പഠിച്ചു. കള്ളത്തരം കൊണ്ട് ജീവിക്കുന്ന കുഞ്ഞുങ്ങൾ. വാ തുറന്ന അപ്പന്റെ നിഴല് കണ്ടാൽ മതി ടി വി ഓഫ് ചെയ്യാം. ഒരു കണ്ണ് ടി വിയിലും ഒരു കണ്ണ് അപ്പന്റെ വരവിലുമാണ്, അല്ലെ ഒരു കണ്ണ് ഫോണിലുമാണ്. എത്ര കണ്ടാലും തീരത്തില്ല, കേട്ടാലും അറിയത്തില്ല. ഈ ലോകത്തിന്റെ നാശത്തിലേക്ക് പോകുന്ന, അനർത്ഥത്തിലേക്ക് തള്ളിയിടുമ്പോ ഇതിലോട്ട് പോകരുത്. കൃപയിലും സത്യത്തിലും യേശു ക്രിസ്തു സത്യമേ പറഞ്ഞിട്ടുള്ളൂ. കൃപയിൽ വളർന്നു. യേശു പല സത്യവും വിളിച്ചു പറഞ്ഞു, യേശുവിനെ അംഗീകരിച്ചില്ല, അല്ലേ? യേശു ക്രിസ്തു പലത് ചെയ്യലെന്ന് പറഞ്ഞു. ഇന്ന് അതാ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പരസ്യമായിട്ട് യേശുവിനെ പറഞ്ഞു, ഞങ്ങൾക്ക് യേശുവിനെ വേണ്ട. കള്ളനായ ബർന്നാബാസിനെ മതിയെന്ന് പറഞ്ഞു. യേശുവിനെ പിടിച്ച സമയത്തൊക്കെ അവർ യേശുവിനെ തള്ളി പറഞ്ഞു. കൂടെ നടന്നിട്ട് പോലും യേശുവിനെ ഒറ്റ കൊടുത്തു. ഹല്ലേലൂയ. ഇന്ന് ലോകം അങ്ങനെയല്ലയോ? അറിഞ്ഞിട്ട് പോലും നക്കാപ്പിച്ച പൈസയ്ക്ക് വേണ്ടി എന്തെങ്കിലും നന്മ എവിടെയെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ യേശുവും വേണ്ട, പള്ളിയും വേണ്ട, ഞങ്ങൾക്കൊന്നും വേണ്ട. അതുകൊണ്ട് ജീവിക്കാൻ പറ്റത്തില്ല കുഞ്ഞെ. ദൈവത്തിന്റെ ഒഴുക്ക് എവിടെ നിൽക്കുമോ അന്ന് നമ്മൾ സ്റ്റോപ്പായി പോകും. നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജൻ, ഉദാഹരണം ഞാൻ പറയാണ്, നമ്മൾ ശ്വസിക്കുന്ന എല്ലാവരും അല്ല, അവിടെ വലിയവൻ ശ്വസിക്കുന്നത് വലിയ ജാറിലും ചെറിയവൻ ശ്വസിക്കുന്ന ചെറിയ ജാറിലും ഒന്നും അല്ല. ഈ പ്രകൃതിയിൽ നിറഞ്ഞു നിൽക്കുന്ന സ്വർഗത്തിന്റെ ഓക്സിജനായിരിക്കുന്ന നമ്മൾ ശ്വസിക്കുമ്പോ എല്ലാവരും ഒരുപോലെ ശ്വസിക്കുന്നുണ്ട്, എല്ലാവരും ഒരുപോലെ അനുഭവിക്കുന്നതിനായി സ്തോത്രം. അതിലാർക്കും അഹങ്കരിക്കാൻ പറ്റൂല. ആമേ, ഹല്ലേലൂയ. ആർക്കും അതിൽ അഹങ്കരിക്കാൻ പറ്റൂല. പണക്കാരനെന്നോ പാവപ്പെട്ടവനോ ചെറിയവനോ വലിയവനോ എന്ന് മനുഷ്യൻ നോക്കുമ്പോ എല്ലാവരും ഒരുപോലെ വലിച്ചു കയറ്റുന്ന സ്വർഗത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ മഹത്വം മനസ്സിലാക്കണം. ആ മഹത്വം വലുതാണ്.
നോയികളുടെ തേജസ്സിന് മേൽ അവൻ കൃപയിലും തേജസ്സിന് മേലും വെളിപ്പെട്ടു, നമ്മളിടയിൽ പാർത്തു. അവന്റെ തേജസ് പിതാവിൽ നിന്നും ഏകജാതനായി തേജസ്സായി കണ്ടു. ലൂക്കോസ് 2:47. അവന്റെ വാക്ക് കേട്ടവരെല്ലാവർക്കും അവന്റെ വിവേകത്തിലും ഉയരത്തിലും വിസ്മയം തോന്നി. അവരെ കണ്ടിട്ട് അവർ അതിശയിച്ചു. യേശു ബാലനായിരുന്ന സമയത്ത്, മാതാപിതാക്കളുടെ കടന്നുപോയ സമയത്ത് യേശുവിനെ കാണാനില്ല. പക്ഷെ ആലയത്തിൽ ഇരുന്നു കൊണ്ട് യേശു ഉപദേശിക്കുകയാണ്. ആ ബാലനായിരുന്ന സമയത്തും യേശുവിന്റെ വാക്ക് കേട്ട് പലരും വിസ്മയിച്ചു. ഹല്ലേലൂയ. യേശു ചെറുപ്പമായിരുന്ന സമയത്ത് തന്നെ വചനം പറയാൻ തുടങ്ങി. ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ പല നോക്കുമ്പോ കുഞ്ഞുങ്ങൾ വചനമാണോ പറയുന്നത്? ഇന്ന് വചനമാണോ കുഞ്ഞുങ്ങൾ പറയുന്നത്? യഹൂദന്റെ കുഞ്ഞിനെ എങ്ങനെ വളർത്തിയോ അതുപോലെ ഒരു ക്രിസ്ത്യാനിയുടെ കുഞ്ഞിനെ നീ വളർത്തണം. 613 വാക്യങ്ങൾ അമ്മയുടെ കയ്യിലിരുന്ന് കൊച്ചിന് പാല് കൊടുക്കുമ്പോൾ പഠിപ്പിച്ചതുപോലെ നിന്റെ കുഞ്ഞിനെ നീ പഠിപ്പിക്കുമെങ്കിൽ അവൻ ലോകത്തിന്റെ നല്ല സാക്ഷിയായി തീരും. ഹല്ലേലൂയ. ലോകത്തിന്റെ വലിയ മുത്തായി മാറും. അവനെ ഒരു കാരണവശാലും വഴിയിലിട്ട് പിടിക്കണ്ട. ഇന്ന് പല തലമുറകൾ കയറുന്നില്ല. കാരണം വചനം കൈ കൊടുക്കാത്തതുകൊണ്ടാണ്. ഈ വഴിയിലിട്ടൊക്കെ പിടിക്കാൻ ഭയങ്കര പാടാണ്. അതുകൊണ്ട് യേശുവിന്റെ വാക്ക് കേട്ടിട്ട് യേശു എങ്ങനെയായിരുന്നു? വിവേകത്തിലും ഉത്തരത്തിലും വിസ്മയം തോന്നി. അവനെ കണ്ടിട്ട് അവരെല്ലാവരും അതിശയിച്ചു. നോക്കിക്കോളാം, ചെറുപ്രായം വരുന്ന സമയത്ത് തന്നെ യേശുവിന്റെ വാക്കുകൾ പലർക്കും വിസ്മയം തോന്നി. നിങ്ങളുടെ മക്കൾ പറയുന്ന വാക്യം കേട്ടിട്ട് വിസ്മയം തോന്നുന്നു. ഇന്ന് നിങ്ങളുടെ തലമുറയോട് പിടിച്ചുകൊണ്ട് ഫ്രണ്ട് നിർത്തണം. ആ വാക്യം പറ. അത് ബപ്പപ്പാടി കണ്ടിട്ടുണ്ടോ? പക്ഷെ ആ സ്ഥാനത്ത് ഒരു സിനിമാ പാട്ട് പാടാൻ പറഞ്ഞു നോക്ക്, അടിപൊളിയായിട്ട് പാടും. ഒരു കോമഡി പറയാൻ പറഞ്ഞു നോക്ക്, അതിനെക്കാട്ടും പറയും. അതിനെക്കാട്ട് കൂടത്തുള്ള പറഞ്ഞു നോക്ക്, അതിനെക്കാട്ട് കൂടത്തുള്ളു. ഇപ്പൊ കൂടത്തുള്ളലും എല്ലാ തുള്ളലും സ്റ്റണ്ടാ നടക്കുന്നത്. കാര്യത്തിന് കല്യാണം വീട്ടിൽ പെയ്യാലും ഉണ്ട്, ഇത് ഷോപ്പിങ്ങിന് പെയ്യാലും ഉണ്ട്, യാത് മേളെ പെയ്യാലും ഉണ്ട് കൂടത്തുള്ളല്. പക്ഷെ വചനത്തിനകത്ത് ജീവിക്കത്തുള്ള മീറ്റിംഗ് കൺവെൻഷൻ വെച്ചാൽ ഒന്നും പോവില്ല. പറയും, പക്ഷേ എന്റെ വീട്ടില് പെട്ടിക്കകത്ത് എല്ലാം കിട്ടും. ഓൺലൈനിൽ പുറത്തിറങ്ങാൻ കഴിയാതെ വീട്ടിനകത്ത് ബന്ധിച്ച് നിന്നെ പൂത അടിമയാക്കി വെക്കുമ്പോ കുഞ്ഞുങ്ങളുടെ ഭാവിയാ തകരുന്നത്. ഈ ആഴ്ച വന്നു, ഇനി അടുത്ത ആഴ്ച വരൂല്ല. ഈ ആഴ്ച വന്നു, ഇനി അടുത്ത ആഴ്ച വരൂല്ല, അതിന്റെ അടുത്ത ആഴ്ച വരും. ഇതെല്ലാം കണ്ടാണ് നിന്റെ തലമുറ വളരുന്നത്. നോക്കും, ഈ ആഴ്ച പോയല്ലോ, അടുത്ത ആഴ്ച പോയില്ല. ഇതെല്ലാം കണ്ട് നിന്റെ ഭക്തിയെ മുറുകി പിടിച്ച് യേശുവിന്റെ നോക്കിക്കോണം. നിന്റെ ഭക്തിയിലും വചനത്തിലും വേഗുന്നാൽ മറ്റുള്ളവർക്ക് വിസ്മയം തോന്നത്തോളം യേശു മാറിയതുപോലെ നിന്റെ തലമുറകൾ മാറണം. ഹല്ലേലൂയ. നിങ്ങളുടെ കുഞ്ഞ് നിങ്ങളുമായിട്ട് വചനത്തിന്റെ കമ്മ്യൂണിക്കേഷൻ നടത്തണം. നിങ്ങൾ കിച്ചണിൽ നിൽക്കുമ്പോ പറ, ഇവിടെ വചനം പറ, വചനം പറ. പറയാറുണ്ടോ? അവന് എപ്പോഴും ഈ ലോകപ്രകാരമുള്ള പാട്ടും അല്ലെ ലോക ചിന്ത പ്രകാരമുള്ളതും ഇന്ന് കടന്നു പോകുമ്പോ യേശുവിനെ നോക്ക്. അവന്റെ ജ്ഞാനത്തിന്റെ അറിവ് മറ്റുള്ളവർക്ക് വിസ്മയം പൂണ്ടു. അതാ മറ്റുള്ളവർക്ക് അനുഗ്രഹമായി മാറണമെങ്കിൽ യേശുവിന്റെ കരങ്ങളിൽ പൂർണ്ണമായി വിനയപ്പെട്ട് ദൈവകരങ്ങൾ കൊടുക്കേണ്ടി വരും. പലരും പറയും, ഞങ്ങളെ മക്കളൊക്കെ വലുതായി പോയി, ഞങ്ങൾ ഇടയ്ക്ക് വെച്ചാ യേശുവിനെ അറിഞ്ഞത്. കുഴപ്പമില്ലെന്ന്, നിന്റെ തലമുറയ്ക്ക് വേണ്ടി കരയണം, തലമുറയ്ക്ക് വേണ്ടി ഉപവസിക്കേ. ആമേ, ദൈവം പ്രവർത്തിക്കും. കാരണം എന്നെ വഴിയിൽ വെച്ചാ പിടിച്ചത്. എന്നെ വഴിയിൽ വെച്ച എന്റെ അമ്മ ജനിച്ചത് ഒരു ക്രിസ്ത്യൻ കുഞ്ഞായിട്ടൊന്നുമല്ല. ഹല്ലേലൂയ. ഒരു മുട്ടം ഹിന്ദു കുഞ്ഞായിട്ടാ ജനിച്ചത്. പക്ഷേ കുടുംബത്തിനകത്തുനിന്ന് പ്രാർത്ഥിക്കാൻ ഇറങ്ങിയപ്പോ ദൈവം തൊട്ടതാ. ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങളുടെ പ്രായം ഒന്നും നോക്കണ്ട, അവര് മുതിർന്നു പോയി കല്യാണം കഴിച്ചു പോയി എന്ന് പേടിക്കണ്ട. നീ പ്രാർത്ഥിച്ചാ മതി. ദൈവത്തിന് കതിരിലും വെച്ച് വളം വയ്ക്കാൻ അറിയാം, തൈയിലും വളം വയ്ക്കാൻ അറിയാം, വിത്തായിരിക്കും വളം വയ്ക്കാൻ അറിയാം. എവിടെയും ദൈവത്തിന് പ്രായം പ്രശ്നമല്ല.
പക്ഷെ നമ്മൾ ഒരു ക്രിസ്ത്യാനിയുടെ കുഞ്ഞിനെ വളരുമ്പോൾ തുടക്കമേ വചനം കൊടുത്തേനെ വളർത്തണം. നിങ്ങൾ ഒരു കാരണവശാലും ടിവിയും തുറന്ന് വെച്ച് ആഹാരം കൊടുത്ത് അല്ല മൊബൈലും തുറന്ന് വെച്ച് കുഞ്ഞുങ്ങളെ കൊടുക്കരുത്. നീ കൊടുക്കുന്ന ഓരോ സമയം ദൈവനാമ മഹത്വപ്പെടുന്നതിൽ അപ്പനെ സ്തുതിക്കുന്ന മഹത്വത്തിന്റെ പാട്ടായിരിക്കണം കൊടുക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നീ നിന്റെ കുഞ്ഞിന് ഒരു മാതൃകയായ ഒരു അമ്മയായിരിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ നിന്റെ കുഞ്ഞ് എല്ലാ കുഞ്ഞുങ്ങളെക്കാട്ടിലും വ്യത്യസ്തമായ ഒരു വിസ്മയം പൂർണ്ണത്തക്കവണ്ണ യേശു മാറിയതുപോലെ നിന്റെ കുഞ്ഞിന് വേണ്ടി അറിവ് ദൈവം തരും. ഓ ഹല്ലേലൂയ. ദൈവമേ, ജ്ഞാനത്തിന്റെ ഉറവ, ജ്ഞാനത്തിന്റെ അറിവ്, ഈ ജ്ഞാനത്തിന്റെ മഹത്വം ആമേ ശലോമോന് ചോദിച്ചു. ശലോമോൻ വരം ചോദിച്ചപ്പോ ശത്രു സംഹാരം ചോദിച്ചു, പണം ചോദിച്ചു. ശലോമോൻ ചോദിച്ചു, ദൈവത്തോട് വരം ചോദിച്ചു. 3 കാര്യം ചോദിച്ചു. ഒന്ന് ശത്രു സംഹാരം, ഒന്ന് പണം, ഒന്ന് ജ്ഞാനം. ദൈവം ചോദിച്ചു, നിനക്ക് പണം വേണോ, ശത്രു സംഹാരം വേണോ, അല്ല നിനക്ക് ജ്ഞാനം വേണോ, എന്ത് വേണമെന്ന് ചോദിച്ചു. അപ്പോ ശലോമോൻ പറഞ്ഞു, എനിക്ക് പണം വേണ്ട, ശത്രു സംഹാരം വേണ്ട, എനിക്ക് ജ്ഞാനം വേണം. അപ്പാ എനിക്ക് ജ്ഞാനം വേണോ. ശലോമോൻ ചോദിച്ച വാക്കിന് ഞാൻ കടമെടുക്കുന്നു. ചോദിച്ചപ്പോ നമ്മളായിട്ട് ചോദിക്കണമെങ്കിൽ പറയും, എനിക്ക് പണം കിട്ടിയാ മതി. പണം ക്രിസ്തുവാണ്. ശത്രു സംഹാരം എന്നെ 2 വീട്ടിനടുത്തോളം എന്നെ മണ്ണ് വാരിട്ട് തുഴക്കും. അവള് രാവിലെ തൊട്ടേ കൈ ഉയർത്തിയിരിക്കുകയാണ്. അവളെ കൊന്നിട്ട് മതി എനിക്ക് ജീവിതം എന്ന് പറഞ്ഞില്ല. യേശു കിട്ടിയാൽ ശത്രു സംഹാരമാണ്. ആണ് ശലോമോൻ ഒരിക്കലും പണത്തിലോട്ട് കൈവച്ചില്ല, ശത്രു സംഹാരത്തിലോ വെച്ചില്ല. എനിക്ക് ജ്ഞാനം വേണമെന്ന് പറഞ്ഞു. ദൈവത്തിനും അങ്ങ് ഇഷ്ടപ്പെട്ടു. ദൈവത്തിന് പെട്ടെന്ന് കയറി അങ്ങ് പിടിച്ചു. എന്റെ മോൻ ചോദിച്ചത് പണം ചോദിച്ചില്ല, ആ പണ കൊതിയനായില്ല, ശത്രുക്കളെ കൊല്ലാൻ വേണ്ടി ഒന്നും ചോദിച്ചില്ല. എന്റെ മോൻ ചോദിച്ച ജ്ഞാനം ചോദിച്ചു. എന്റെ അപ്പന് വളരെ ഇഷ്ടപ്പെട്ടു. വളരെ ചോദിക്കേണ്ട അങ്ങ് ചോദിക്കി. ദൈവത്തിന് ഭയങ്കര അങ്ങ് ഇഷ്ടപ്പെട്ടു. ദൈവത്തിന് ഇഷ്ടപ്പെട്ടപ്പോ ദൈവം പറഞ്ഞു, നീ ചോദിച്ചത് ജ്ഞാനം, അതുകൊണ്ട് നീ ചോദിക്കാത്ത കാര്യം കൂടെ ഞാൻ തരാൻ പോവുകയാണ്. ഓ ഹല്ലേലൂയ. നീ ചോദിക്കാത്ത കാര്യം കൂടെ ഞാൻ തരുന്നു. ആദ്യം ചോദിക്കേണ്ടവിടെ ചോദിച്ചാൽ ചോദിക്കാത്ത കാര്യം കൂടെ ദൈവം നിനക്ക് തരും. ദൈവം എന്ത് കൊടുത്തു? ജ്ഞാനം കൊടുത്തിട്ട് അവന് പണം കൊടുത്തു, ശത്രു സംഹാരം കൊടുത്തു. അപ്പൊ ചോദിക്കുന്നത് ചോദ്യത്തിന് മറുപടി വ്യക്തമായിരിക്കണം. ഇന്ന് പണത്തിന്റെ ബേക്കിൽ പോകുന്നവരുണ്ട്. ആരാധന നഷ്ടപ്പെട്ട് പണം പണം പണം. ഇന്ന് ജോലിക്ക് 500,000 കിട്ടും. യേശുവിനെ വിട്ടിട്ട് ആരൊക്കെ പോകുന്നുണ്ടോ? നിങ്ങൾ എത്ര വാരി വെച്ചാലും എടുത്തു വെച്ചാലും അതിന്റെ 16 മടങ്ങ് ഒലിച്ചു പോകും. നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ ഞാൻ പറയാം, നിന്റെ കട ഒരിക്കലും തീരൂല. മനസ്സിലായില്ല? ആരാധന നഷ്ടപ്പെടുത്തി ജോലിക്ക് പോയ്യ, നിന്റെ കട ഒരിക്കലും തീരൂല. തീരത്തില്ല. പക്ഷേ നീ ദൈവത്തെ ഒന്ന് മുറുകെ പിടിച്ചോക്ക്. ദൈവത്തെ ഒന്ന് മുറുകെ പിടിച്ചോക്ക്. ആരാധിക്കേണ്ട സമയത്ത് ആരാധിക്കണം. ദൈവത്തെ സ്തുതിക്കേണ്ടത് സ്തുതിക്കണം. ഈ ഞായറാഴ്ചയുള്ള പരിപാടിയൊക്കെ അങ്ങ് നിർത്തിക്കോളണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞായറാഴ്ചയോടെ ചെയ്തു കഴിഞ്ഞാൽ 6 ദിവസം ഉണ്ടാക്കിയത് എല്ലാം പോക്കാം. എന്റെ അനുഭവം കൊണ്ട് ഞാൻ പറയാ, ഇന്ന് സ്വർണ്ണക്കരണ്ടിയാണ് വാക്യാത്തെടുത്ത് വെച്ചേരാൻ തന്നെ വിളിച്ചാൽ ഞാൻ പോവില്ല. കാര്യം അടുത്ത 6 ദിവസം ഓടേണ്ടതുണ്ട്. പല വണ്ടികളും വഴി കിടന്ന് പഞ്ചറായി കിടക്കുമ്പോ നമ്മളെ വണ്ടി ഓടിക്കൊണ്ടിരിക്കും. നിന്റെ പലതും പഞ്ചറാവാതിരിക്കണമെങ്കിൽ മലരും വഴി കിടന്ന് പഞ്ചറാകുമ്പോ അപ്പന്റെ സനി നിന്നത് കൊണ്ടാ പഞ്ചറാവാത്തത്. ആരാധിക്കേണ്ട സമയത്ത് ആരാധിക്കണം, ഉപവസിക്കേണ്ട സമയത്ത് ഉപവസിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് പലതും പഞ്ചറായിക്കൊണ്ടിരിക്കുകയാണ്. പഞ്ചറാകുമ്പോഴല്ല നോക്കേണ്ടത് പഞ്ചറാവുമെന്ന്, വഴിയിൽ വീഴുമ്പോഴല്ല. അതിനുമ്പേ മനസ്സിലാക്കണം,
ദൈവത്തിന് കൊടുക്കേണ്ട സമയം ദൈവത്തിന് കൊടുക്കണം. ആരാധിക്കേണ്ട സമയത്ത് ആരാധന കൊടുക്കണം. വിശുദ്ധ ദിവസം അശുദ്ധമാക്കാൻ പാടില്ല. ദൈവം പറഞ്ഞിരിക്കുന്ന ജ്ഞാനവും അറിവും ചട്ടവും അനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകണം. നിങ്ങൾക്ക് എത്ര കോടി തരാന്ന് പറഞ്ഞാലും നിങ്ങൾ വേണമെങ്കിൽ പരീക്ഷിച്ച് നോക്കിക്കോ, ഒരിക്കലും കയറി വരാൻ പറ്റൂല. ദൈവം നമുക്ക് വേണ്ടി അനുകൂലമാണെങ്കിൽ പ്രതികൂലമായി. ദൈവം നിന്റെ കൂടെ ഇരുന്നാൽ നിന്റെ വഴികളെല്ലാം തുറന്നു വരും. ദൈവം നിന്റെ കൂടെ ഇരുന്നാൽ നിനക്ക് അനുഗ്രഹത്തിന്റെ വാതിലുകളെ ദൈവം തുറന്നു തരും. ദൈവമില്ലാതെ യാത്ര ചെയ്താൽ വാതിലുകൾ അടഞ്ഞടഞ്ഞു പോകും. പ്രൈസ് അവസാനം നമ്മൾ അറിയുള്ളൂ. ഇപ്പോഴൊന്നും അറിയില്ല. ഇപ്പോഴത്തെ രക്തപ്പച്ചലൊക്കെ അങ്ങ് നടക്കും. അവസാന നിമിഷം എല്ലാ വാതിലും അടഞ്ഞു നിൽക്കുമ്പോ ഇടിച്ചു നിൽക്കുന്ന ഒരു സമയമുണ്ട്. അന്ന് വിളിക്കും, എന്റെ യേശുവേ നീ അറിഞ്ഞില്ലയോ, ഞാൻ നിന്റെ മോളലിയോ എന്ന് വിളിക്കും. പറയും, എടി നിന്നെ എനിക്ക് അറിയത്തില്ല, നന്ദിയില്ലാത്തവളെ, നന്ദിയില്ലാത്തവനെ, നിന്നെ എനിക്ക് വേണ്ട. പച്ചയ്ക്ക് പറയും. ഇന്ന് ഈ അനുഭവത്തിലാണ് പലതും പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ദൈവത്തിന്റെ മുഖത്ത് കരിവേരി തേച്ച് അപ്പനെ താഴ്ത്തി ഒരു കരിയപ്പല പോലെ എടുത്ത് വെറുതെ എടുത്തു, കറിയിലിട്ട കരിയപ്പല പോലെ ദൈവത്തെ എടുത്ത് വെളിയിൽ കളഞ്ഞിട്ട് തല ഉയർത്തി നിൽക്കുമ്പോ അന്തസ്സെന്നല്ല, നിന്റെ പരാജയത തുടക്കം അന്ന് കുറിക്കാൻ പോവുകയാ. ഹല്ലേലൂയ, പരാജയ തുടക്കം അന്ന് കുറിക്കാൻ പോവുക. കാര്യം എന്താണ്? ദൈവം നിന്നെ നടത്തിയ വിധങ്ങളെ ഓർത്ത് സത്യത്തിൽ വന്നിട്ട് ഇരുട്ടിലോട്ട് ആരെങ്കിലും പോകും? വെളിച്ചത്തിൽ നടന്നിട്ട് ഇരുട്ടിലോട്ട് ആരും പോകത്തില്ല. ഇരുട്ട് എപ്പോഴും ഇരുട്ട് തന്നെ ആയിരിക്കും. വെളിച്ചം വെളിച്ചത്തിലോട്ടായിരിക്കും. ആ പരിജ്ഞാനം മാതാപിതാക്കൾ ഉണ്ടാവണം. മക്കള് തെറ്റ് ചെയ്താൽ മാതാപിതാക്കൾ പറഞ്ഞ് ശരിയാക്കണം. അല്ല, മക്കള് തെറ്റ് ചെയ്യുമ്പോ അവരെ കൂടെ യെസ് മോണി അവന്റെ കൂടെ ഇരുന്ന് അങ്ങ് പോകുന്നതല്ല മിടുക്കെന്ന് പറയരുത്. അത് നിന്റെ തോൽവിയാണെന്ന് ഞാൻ പറയും. കുഞ്ഞുങ്ങൾ തെറ്റ് ചെയ്തു വരുമ്പോ ശിക്ഷിക്കേണ്ട സമയത്ത് ശിക്ഷിക്കണം. ആമേ, വിലക്കെടുത്ത് വിലക്കണം. തലമുറകൾ തെറ്റ് വരുമ്പോ ചിരിച്ചും കൊണ്ടിരിക്കുന്നല്ല, അവന് തക്ക ശിക്ഷ കൊടുക്കണം. കൊടുക്കേണ്ട ശിക്ഷ കൊടുത്തു കഴിഞ്ഞാൽ നിന്ന് ജീവിതത്തിന്റെ മേൽ ഇന്ന് മറ്റുള്ളവരുടെ മേൽ നമ്മൾ തലകുനിക്കേണ്ടി വരത്തില്ല. 1 ശമൂവേൽ 2:18 ശമൂവേൽ എന്ന ബാലനോ പഞ്ഞിനൂൽ കൊണ്ടുള്ള അങ്കിയും ധരിച്ചു യഹോവയുടെ സന്നിധിയിൽ ശുശ്രൂഷ ചെയ്തു പോന്നു. ഹന്നയ്ക്കൊരു ബാലനെ കിട്ടി, മക്കളില്ലാതൊരു ബാലനെ കിട്ടിയ സമയത്ത് നേരെ കൊണ്ട് ആലയത്തിൽ നിന്ന് പ്രാർത്ഥിച്ചു, എനിക്കൊരു മകനെ തന്നാൽ ഞാൻ ദൈവത്തിന് കൊടുക്കാം. അവന്റെ വസ്ത്രം എന്ന് പറയുന്നത് പഞ്ഞിനൂൽ കൊണ്ടുള്ള അങ്കിയായിരുന്നു. വസ്ത്രത്തിന് വരെ അന്നത്തെ കാലഘട്ടങ്ങളിൽ പ്രാധാന്യമുണ്ടായിരുന്നു. ഈ കുഞ്ഞ് ജനിച്ച് 3 മാസം കഴിഞ്ഞപ്പോ ഹന്ന ദൈവസന്നിധിയിൽ ദൈവത്തിന് വേണ്ടി കൊടുത്തു. ഏലിപുരോഹിതനെ ഏൽപ്പിക്കുക, ബാലനെ ഏൽപ്പിക്കേണ്ട കയ്യിൽ ഏൽപ്പിച്ചു. കുഞ്ഞിനെ ദൈവത്തിന്റെ കയ്യിൽ കൊടുത്തു. മക്കളെ കിട്ടുമ്പോ, മക്കളെ ദൈവം തരുമ്പോ ദൈവത്തിന്റെ കയ്യിൽ തന്നെ കൊടുക്കണം. ദൈവത്തിന്റെ കരങ്ങൾ നീ കൊടുത്ത് അതിനെ വളർത്തുമെങ്കിൽ അവൻ ശുശ്രൂഷയ്ക്കായി നീ ചെയ്യും. ഹല്ലേലൂയ. വീണ്ടും വചനം പറയുന്നു 1 ശമൂവേൽ 2:26 ശമൂവേൽ ബാലനോ വളരും തോറും യഹോവയ്ക്കും മനുഷ്യർക്കും പ്രിയമുള്ളവനായി വളർന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേ. ശമൂവേൽ ബാലനോ വളരും തോറും യഹോവയ്ക്കും മനുഷ്യർക്കും പ്രിയമുള്ള. ആദ്യം ആർക്ക് പ്രിയമാവണം? ദൈവത്തിന് പ്രിയമാവണം. നിങ്ങളുടെ തലമുറകൾ വളരും തോറും ആർക്ക് പ്രിയമുണ്ടാവണം? ദൈവത്തിന് പ്രിയമുണ്ടാവണം. ശമൂവേൽ ബാലനുണ്ടായ കൃപ ഇന്ന് നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേൽ വരണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവർ വളരും തോറും ദൈവത്തിന് പ്രീതിയുള്ളവരായിരിക്കണം, പ്രിയമുണ്ടായിരിക്കണം, ഇഷ്ടമുണ്ടായിരിക്കണം, വചനത്തിന്റെ അടിസ്ഥാനത്തിൽ വളരണം. എന്നാൽ മനുഷ്യർക്ക് പ്രിയമുള്ള, ദൈവത്തിന് പ്രിയമുണ്ടെങ്കിൽ മനുഷ്യർക്കും പ്രിയമുണ്ട്. ഇന്ന് പലർക്കും മനുഷ്യനോട് പ്രിയം കുറഞ്ഞുകൊണ്ടിരിക്കുമ്പോ, അല്ലെ, മനുഷ്യനോട് പ്രിയം കുറഞ്ഞുകൊണ്ടിരിക്കുമ്പോ മനുഷ്യരോട് നോക്കണ്ട,
ഒരു പ്രിയം വരുന്ന ഒരു ദിവസം വരും. ഇന്ന് നീ ഇവിടേക്ക് നിന്നെ മാറ്റി നിർത്തുകയാണ്, നിന്നെ മാറ്റി നിർത്തുന്നുണ്ട്. ആമേ ഹല്ലേലൂയ. നിന്നെ മോശമായി മാറ്റി നിർത്തുന്നുണ്ടെങ്കിൽ ദൈവ പൈതലെ, ഇന്നല്ലെങ്കിൽ നാളെ ഇവർ അംഗീകരിക്കുന്ന ഒരു ദിവസമുണ്ട്. ഹല്ലേലൂയ. ഇന്ന് മാറ്റി നിർത്തിയ നിന്നെ നാളെ മാറ്റി നിർത്തിയ അടുത്ത ദിവസം മാറ്റി നിർത്തിയ നിന്നെ അംഗീകരിക്കുന്ന ഒരു ദിവസം ഉണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തിന് മാത്രമല്ല മനുഷ്യർക്കും പ്രിയമുള്ളവരായി തീർന്നു. 1 ശമൂവേൽ 3:19 പറയുന്നു, എന്നാൽ ശമൂവേൽ വളർന്നു, യഹോവയ്ക്ക് അവന്റെ കൂടെ ഉണ്ടായിരുന്നു, അവന്റെ വചനങ്ങളിൽ ഒന്നും നിഷ്ഫലമാക്കുവാൻ ഇടവരുത്തിയില്ല. 1 ശമൂവേൽ 3:19 വാക്യത്തിൽ പറയുന്നു, എന്നാൽ ശമൂവേൽ വളർന്നു, യഹോവ അവന്റെ കൂടെ ഉണ്ടായിരുന്നു, അവന്റെ വചനങ്ങളിൽ ഒന്നും നിഷ്ഫലമാക്കുവാൻ ഇടവന്നില്ല. വചനത്തിൽ തന്നെ നിന്നു, വചനം വിട്ടു ഒന്നും പോയില്ല. തലമുറകൾ വചനത്തിനകത്ത് തന്നെ നിൽക്കണം. വചനം വിട്ട് മക്കളെ കൊണ്ടുപോകരുത്. വചനം വിട്ട് ദൈവഹിതമില്ലാത്ത കാര്യങ്ങൾക്ക് കുഞ്ഞുങ്ങളെ കൊണ്ടുപോകരുത്. മനസ്സിലാവുന്നുണ്ടോ? അത് വളരെ ശ്രദ്ധിക്കണം. വചനത്തിനകത്ത് തന്നെ നമ്മളെ കുഞ്ഞുങ്ങളെ വളർത്തണം. അവൻ വചനത്തിന് ഒരിക്കലും നിഷ്ഫലമാക്കിയില്ല. വചനത്തിന് വചനത്തിന് വിപരീതമായി ഒന്നും ശമൂവേൽ ചെയ്തില്ല. ആ അടിസ്ഥാനത്തിന് ജീവിതം. അതുകൊണ്ടാണ് ദൈവം അവന്റെ കൂടെ ഇരുന്നത്. നിങ്ങൾ ദൈവത്തിന്റെ വചനത്തിനകത്ത് നിൽക്കുമെങ്കിൽ ദൈവം നിന്റെ കൂടെ ഇരിക്കും. യെശയ്യാവ് 53:2 പറയുന്നു, ഞങ്ങൾ കേൾപ്പിച്ചതും അവർ വിശ്വസിച്ചിരിക്കുന്നു, യഹോവയുടെ ഭുജമോ അവർക്ക് വെളിപ്പെട്ടിരിക്കുന്നു. ആമേൻ ഹല്ലേലൂയ. ഞങ്ങൾ കേൾപ്പിച്ചത് അവർ വിശ്വസിച്ചിരുന്ന യഹോവയുടെ ഭുജം അവർക്ക് വെളിപ്പെട്ടിരിക്കുന്നു. ന്യായാധിപൻ 13:24 പറയുന്നു, അനന്തര സ്ത്രീ ഒരു മകനെ പ്രസവിച്ചു, അവന് ശിംശാൻ എന്ന് പേരിട്ടു. ബാലൻ വളർന്നു, യഹോവ അവനെ അനുഗ്രഹിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം മകനെ ശിംശാനെ അനുഗ്രഹിച്ചു. യഹോവ അനുഗ്രഹിച്ചു. നിങ്ങളുടെ തലമുറയെ ആരനുഗ്രഹിക്കണം? ദൈവം അനുഗ്രഹിക്കണം. അടുത്ത സെഷനിലോട്ട് വരാൻ പോകുക. അപ്പന്റെ കരം നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേൽ വരാൻ പോകുകയാണ്. ദൈവത്തിന്റെ കരം അനുഗ്രഹത്തിലോട്ട് വരാൻ പോകുകയാണ്. ഓരോ വളർച്ചയിലും അവരുടെ ഓരോ വയസ്സിലും ദൈവം കൂടെ ഇരിക്കുകയാണ്. ദൈവം അനുഗ്രഹിച്ചു. അപ്പോസ്തല പ്രവൃത്തി 4:33 പറയുന്നു, സകലതും അവർക്ക് പൊതുവായിരുന്നു. അപ്പോസ്തലന്മാർ മഹാശക്തിയോടെ കർത്താവ് യേശുവിന്റെ പുനരുദ്ധാനത്തിലും സാക്ഷ്യം പറഞ്ഞു വന്നു. എല്ലാവർക്കും ധാരാളം കൃപ ലഭിച്ചു വരുന്നു. സങ്കീർത്തനം 45:2 പറയുന്നു, നീ മനുഷ്യപുത്രന്മാര് അതിസുന്ദരൻ, ലാവണ്യം നിന്റെ അധരങ്ങളിൽ നിന്ന് പകർന്നിരിക്കുന്നു, അതുകൊണ്ട് ദൈവം നിന്നെ എന്നേക്കും അനുഗ്രഹിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ദൈവം എന്നേക്കും. അതാ ദൈവത്തിന്റെ അനുഗ്രഹം ഒരു ദിവസമല്ല, എന്നേക്കുമുള്ളതാണ്. ഞാൻ പറയാം, കാര്യം കാണാൻ വേണ്ടി പള്ളി പോകരുത്, രോഗം മാറാൻ വേണ്ടി പള്ളി പോകരുത്, പെണ്ണ് കെട്ടാൻ വേണ്ടി പള്ളി പോകരുത്, ആമേ പട്ടിണി മാറാൻ വേണ്ടി പോകരുത്, ചാരിറ്റബിൾ വേണ്ടി പോകരുത്, ആമേ ഹല്ലേലൂയ സൗന്ദര്യം കാണിക്കാൻ വേണ്ടി പോകരുത്, പാഷൻ വേണ്ടി പോകരുത്. ഹല്ലേലൂയ. നീ ദൈവത്തിന്റെ സന്നിധിയില് ആമേ ഹല്ലേലൂയ ദൈവം നിന്നെ എന്നും അനുഗ്രഹിക്കാൻ വേണ്ടി ഒരു ദൈവ പൈതലായി നീ മാറണം. ദൈവത്തിന്റെ മകളെ എന്നും ഒരു ദൈവത്തിന്റെ കുഞ്ഞായി നീ മാറണം. അങ്ങനെ ഒരു ആത്മഭാരം നിങ്ങളുടെ മേൽ വരണം. ഹല്ലേലൂയ. ചില പ്രകടിപ്പിക്കാനോ കാണിക്കുവാനോ പ്രദർശനം കാണിക്കുവാനല്ല, ആരാധിക്കുവാൻ വേണ്ടി നീ പള്ളിയിൽ പോണ. നീ ദൈവത്തിന്റെ സന്നിധിയിൽ വന്ന ഉറങ്ങാനല്ല പോവേണ്ടത്, ആരാധിക്കുവാനാണ്. അതാ ദൈവം നിന്നെ എന്നേക്കും അനുഗ്രഹിക്കും. യെശയ്യാവ് 11:1. എന്നാൽ ഈശായുടെ കൂറ്റിൽ നിന്നൊരു മുള പൊട്ടി പുറപ്പെടും, അവന്റെ വേരുകളിൽ നിന്ന് ഒരു കൊമ്പ് ഫലം കായ്ക്കും. 2 തിമോഥെയോസ് 2:1 പറയുന്നു, എന്റെ മകനെ ക്രിസ്തുവിലുള്ള കൃപയാൽ ശക്തിപ്പെടുക. 2 തിമോഥെയോസ് 2:1 പറയുന്നു, എന്റെ മകനെ ക്രിസ്തുവിലുള്ള കൃപയാൽ നീ ശക്തിപ്പെടുക. ഇപ്പോൾ ക്ഷീണിച്ച് കിടക്കുന്നുണ്ടെങ്കിൽ, തളർന്ന് കിടക്കുന്നുണ്ടെങ്കിൽ, ദൈവത്തിന്റെ ശക്തിയാൽ നിങ്ങളുടെ മേൽ ബലപ്പെടുത്തുക. ആമേൻ. കൊലോസ്യർ 2:23 പറയുന്നു, അവർ ക്രിസ്തുവിനെ ദൈവമർമ്മത്തിലും പരിജ്ഞാനം വിവേകപൂർവവും സമ്പത്തും പ്രാപിത്തകണം സ്നേഹത്തിൽ ഏകീഭവിച്ച് ഹൃദയങ്ങളിൽ ആശ്വാസം ലഭിക്കണം എന്ന് വെച്ച് ഞാൻ എത്ര പോരാട്ടം കഴിക്കുന്നു നിങ്ങൾ അറിയുവാൻ ഇച്ഛിക്കുന്നു. ഹല്ലേലൂയ. അവർ ക്രിസ്തുവെന്ന ദൈവമർമ്മത്തിന്റെ പരിജ്ഞാനം
നമുക്കൊരു ദൈവമുണ്ടുള്ള പരിജ്ഞാനം വേണം, അറിവ് വേണം, ഏകമായ പരിപൂർണ സമ്പത്ത് പ്രാപിക്കണം. സ്നേഹത്തിൽ ഏകീഭവിച്ച് ഹൃദയത്തിൽ മേൽ ആശ്വാസം ലഭിക്കണം. ഹല്ലേലൂയ എന്ന് വെച്ച് ഞാൻ എത്ര വലിയ പോരാട്ടം കഴിക്കുന്നു. ഹല്ലേലൂയ, പോരാട്ടമാണ്, പോരാട്ടം. ഈ പ്രാർത്ഥന വെല്ലുവിളിയാണ്. ചില പോരാട്ടങ്ങളുണ്ട് ദൈവമക്കളെ, നിനക്കെതിരെ പോരാട്ടങ്ങളുണ്ട്, പോരടിക്കുന്ന പ്രതികൂലങ്ങളുണ്ട്. അതിനെ ജയിക്കണം. നമ്മൾ ജ്ഞാനത്തിലും അറിവിലും വിശുദ്ധിയിലൊക്കെ ജീവിക്കുമ്പോ നമുക്ക് എന്തുണ്ട്? പോരാട്ടമുണ്ട്. നിന്നെ പാപത്തിലോട്ട് വലിച്ചു കൊണ്ടുപോകുവാൻ, ഈ ലോകപ്രകാരം മാടി വിളിക്കത്തക്കവണ്ണം ഈ ലോകം നിന്നെ നശിപ്പിക്കണം, ജഡത്തിൽ നശിപ്പിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളുടെ മേൽ വെച്ച് കൊടുക്കുന്നത് കഞ്ചാവും മയക്കുമരുന്നും കൂടിയ സാധനങ്ങൾ. സ്കൂളിൽ പോകുമ്പോൾ കുഞ്ഞുങ്ങളെ ഇവിടെ പേടിയാ. നിങ്ങളുടെ തലമുറകളെ നിങ്ങൾ വളരെ ടെസ്റ്റ് ചെയ്യണം. കുഞ്ഞുങ്ങളുടെ ബാഗ് നിങ്ങൾ കൃത്യമായിട്ട് പരിശോധിക്കണം. ഹല്ലേലൂയ. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കയ്യിൽ ആവശ്യമില്ലാതെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യണം. എവിടെ കൂടെയാണ് വരുന്നത് നമുക്ക് അറിയാൻ പറ്റൂല. നമ്മുടെ കുഞ്ഞുങ്ങളെ കെയർ ചെയ്യണം. അതാ വചനം പറയുന്നത്. നിങ്ങളുടെ മേൽ എത്ര വലിയ പോരാട്ടം കഴിക്കുന്നു നിങ്ങൾ അറിയുവാൻ ഇച്ഛിക്കുന്നു. എഫെസ്യർ 6:10 പറയുന്നു, ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. ഹല്ലേലൂയ. ഈ പോരാട്ടത്തിൽ പോരാടുമ്പോ, ഈ വലിയൊരു പോരാട്ടം നമുക്കുണ്ട്. ഇന്ന് നമ്മൾ ജ്ഞാനത്തിലും പരിചയം നിൽക്കുമ്പോ നമ്മളെ തകർക്കുന്ന, നമ്മുടെ ആത്മമണ്ഡലം തകർക്കുന്ന പൈശാചിക ശക്തികളെ ജയിക്കുവാൻ നമുക്കൊരു അറിവ് വേണം. നിന്റെ വിശ്വാസത്തെ നശിപ്പിക്കുന്ന, നിന്റെ വിശ്വാസത്തിൽ പോറൽ വരുന്ന കാര്യങ്ങളെ നിങ്ങൾ അതിജീവിക്കണം. വിശ്വാസത്തിൽ നിന്ന് നിങ്ങളെ വലിച്ചുകൊണ്ട് പോകുന്ന, നിങ്ങൾ ആത്മീയ നഷ്ടപ്പെടുന്നതിൽ പലരും നിങ്ങളെ വിശ്വാസം കൊണ്ട്, ഞാൻ പറയില്ലേ, ഒരു മനുഷ്യൻ ആദ്യം പ്രോഗ്രാം ചെയ്യുന്നതാണ് പറയുന്നത്. അവർ പറഞ്ഞു കൊടുക്കുന്ന അറിവാണ് ഒരു മനുഷ്യൻ അവസാനം വരെ കൊണ്ടുപോകുന്നത്. പറയേണ്ടത് ആദ്യം തന്നെ പറഞ്ഞു കൊടുക്കണം. ഒരു മനുഷ്യന്റെ ബുദ്ധിമണ്ഡലം കയറ്റി വിട്ടുകൊടുക്കുന്നതാണ് അവന്റെ അറിവായിട്ട് മാറുന്നത്. പക്ഷേ ആ അറിവ് യഥാർത്ഥമല്ല എങ്കിൽ അത് വല്ലാതെ പ്രതികൂലങ്ങളായിട്ട് മാറുന്നുണ്ട്. അത് എത്ര വലിയ പോരാട്ടം കഴിയുന്നെങ്കിൽ നിങ്ങൾ അറിയുവാൻ ഇച്ഛിക്കുന്നു. എഫെസ്യർ 6:10 പറയുന്നു, ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. ഹല്ലേലൂയ. ഒടുവിൽ കർത്താവിന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുക. ഇന്ന് അവന്റെ ബലത്തിൽ ശക്തിപ്പെടുക. ദൈവത്തിന്റെ കൃപയിൽ ബലപ്പെട്ടു വരുക. ദൈവത്തിന്റെ അമിതമായൊരു ശക്തി എന്റെ മേൽ പകരത്തക്കവണ്ണം. ഇനി ഈ വചനം കേട്ട ഇവിടെ മാത്രമല്ല, ഇന്ന് ലോകപാടിച്ചാൽ എല്ലാവരുടെ മേൽ അനുഗ്രഹിക്കുക. തന്റെ കുഞ്ഞുങ്ങളെ ദൈവകരങ്ങളിൽ കൊടുക്കുക. അമ്മയുടെ ഉദരത്തിനകത്ത് ഉരുവാകും മുമ്പേ, നിന്റെ കുഞ്ഞിനെ നിന്റെ ഉദരത്തിനകത്ത് ഉരുവാകും മുമ്പേ നിനക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെ യേശുവിൽ കൊടുക്കുവാൻ, ജ്ഞാനത്തിൽ കൃപയിൽ വളരുവാൻ, നമുക്ക് ബലപ്പെട്ടു വരുവാൻ, അപ്പന്റെ കരം ഇറങ്ങി വരുവാൻ എല്ലാവരുമേ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഘട്ട വചനം എല്ലാവരുടെ പരിജ്ഞാന, അറിവ്, യേശു എന്ന വലിയൊരു അനുഗ്രഹം, യേശു എന്ന വലിയൊരു സത്യം നിങ്ങളെ സകലവരെ അനുഗ്രഹിക്കപ്പെടുവാൻ. ഇന്ന് മക്കൾ പലർക്ക് തലവേദനയായിരിക്കുമ്പോ, മക്കൾ വളർന്നു വന്നിരിക്കുമ്പോ തലവേദനയായി പലരും അനുഭവിക്കുമ്പോ, ദൈവ പൈതലേ, നീ ദൈവത്തെ അറിഞ്ഞതുകൊണ്ട് നിന്റെ മക്കൾ നിനക്കൊരു അനുഗ്രഹമായി തീർണം. പലവർക്കും ദൈവത്തെ അറിഞ്ഞുകൂടാത്തവർക്ക് തലവേദനയായി മാറുമ്പോ, നീ ദൈവത്തെ അറിഞ്ഞതുകൊണ്ടും നിന്റെ തലമുറ ദൈവത്തിൽ കൊടുത്തതുകൊണ്ടും അത് ദൈവസഭയ്ക്ക് വലിയൊരു അനുഗ്രഹമായി തീരുവാൻ, നിന്റെ കുടുംബത്തിനും ദേശത്തും സമൂഹത്തും വലിയൊരു അനുഗ്രഹമായി തീരുവാൻ ദൈവം സഹായിക്കുമാറാകട്ടെ.